1636 അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ കാംബ്രിഡ്ജിൽ ജോൺ ഹാർവാർഡ് സ്ഥാപിച്ച വിശ്വവിദ്യാലയമാണിത്. പൗരോഹിത്യ പരിശീലനത്തിലുള്ള സ്ഥാപനം എന്നതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം, ഹാർവാർഡ് സർവകലാശാലയുടെ ഉദ്ദേശം. നൊബേൽ സമ്മാനം നേടിയതിൽ 49 പേരും 48 പുലിറ്റ്സർ ജേതാക്കളും ഹാർവാർഡിൽ പഠിച്ചവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകഗതിയെ നിയന്ത്രിച്ച 32 രാഷ്ട്ര തലവന്മാർ ഹാർവാർഡ് വിദ്യാർത്ഥികളായിരുന്നു എന്നത് ആ സർവകലാശാലയുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന മറ്റൊരു വിവരമാണ്. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലായിരുന്ന ബാൻ കി മൂൺ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 8 അമേരിക്കൻ പ്രസിഡന്റുമാർ ഹാർവാർഡ് സർവകലാശാലയിൽ പഠിച്ചിറങ്ങിയവരാണ്. 8 പേർ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ. ജോൺ ആഡംസ് മുതൽ ബരാക് ഒബാമ വരെ ഹാർവാർഡ് വിദ്യാർത്ഥികളായിരുന്നു എന്ന് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഗവേഷണ സർവകലാശാലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാർവാർഡ് എന്ന് അറിയാം. സർവകലാശാലയിലെ നിയമന രീതികൾ റാഡിക്കൽ ഇടതുപക്ഷ രീതിയിലാണെന്ന് ട്രംപ് പറയുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശം. ഹാർവാർഡിനെ മികച്ച സർവകലാശാലകളിലോ കോളേജുകളിലോ പരിഗണിക്കരുത് എന്ന് തുറന്ന് ഹാർവാർഡിനെ എതിർക്കുകയാണ് അദ്ദേഹം. ക്യാമ്പസിൽ കർശന അക്കാഡമിക ഭരണ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ട്രംപ് ഹാർവാർഡിനോട് ആവശ്യപ്പെട്ടത്. ട്രംപിൻ്റെ നിർദ്ദേശം ക്യാമ്പസിലെ സയനിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ധാരകളെ നിയന്ത്രിക്കാൻ ആയിരുന്നു. സമീപകാലത്ത് സർവകലാശാലയിൽ അക്കാദമിക മികവിനല്ല ആക്ടിവിസത്തിനാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം വിമർശിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് ട്രംപ് ശക്തമായ നിലപാടെടുത്തു. ജൂതവിരുദ്ധതയെ പിന്തുണയ്ക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകരുത് എന്നതാണ് പ്രധാനപ്പെട്ടൊരു നിബന്ധനയായിട്ട് വന്നത്. സർവകലാശാല കെട്ടിടങ്ങൾ കൈവശപ്പെടുത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യണം എന്ന് ട്രംപ് ഉത്തരവിട്ടു. ട്രംപിനെ പക്ഷേ ഹാർവാർഡ് ഭരണകൂടം തള്ളി. നടപടി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സർവകലാശാല പ്രസിഡന്റ് അലൻ എം ഗാർബർ പറഞ്ഞു. ട്രംപിനെതിരെ അനുചിതമായ നിയന്ത്രണം പ്രയോഗിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന് അലൻ എം ഗാർബർ പരസ്യമായി തന്നെയും പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 800 വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ പഠിക്കുന്നത് എന്നുകൂടെ നമ്മൾ അറിയണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ആശങ്കയുണ്ട്. ഫണ്ട് വെട്ടിക്കുറച്ചത് ഗവേഷണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത്. US-ൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഹാർവാർഡിൻ്റെ സ്റ്റുഡൻറ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ റദ്ദാക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രതികാര നടപടികൾ ട്രംപ് തുടരുകയാണ്. F1 അല്ലെങ്കിൽ J1 വിസകൾ ഇനി നൽകാൻ സർവകലാശാലയ്ക്ക് കഴിയില്ല എന്ന നില ഇപ്പോൾ തന്നെയുമുണ്ട്. വിദ്യാർത്ഥി വിസകളുടെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് നിർത്താൻ ഭരണകൂടം ഹാർവാർഡിനോട് ആവശ്യപ്പെട്ടു. പഠനശേഷം അമേരിക്കയിൽ നിയമപരമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നതും നമ്മൾ മനസ്സിലാക്കുന്നു. ഡൊണാൾഡ് ട്രംപ് 1964 ഹാർവാർഡിൽ അപേക്ഷ നൽകിയെങ്കിലും പ്രവേശനം കിട്ടിയില്ല എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതാണൊരു കാരണമെന്ന് ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹാർവാർഡിൽ പ്രവേശനം ലഭിക്കാത്തതാണ് പ്രതികാരത്തിന് കാരണമെന്ന് പരിഹാസമാണ്. അത് വസ്തുതയുമായി ബന്ധമുണ്ടോ എന്നറിയില്ല. എന്നാൽ താൻ ഹാർവാർഡിൽ പ്രവേശനത്തിന് അപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെയും ഇതിനെ വിശദീകരിക്കുന്നത്. വാർട്ടൺ സ്കൂൾ ഓഫ് ഫിനാൻസിൽ നിന്നാണ് ട്രംപ് ബിരുദം നേടിയത് എന്ന് നമുക്കറിയാം.